കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ എന്നെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതും അതിന്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിന്റെ പിന്നാലെ നീന കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ള ഒരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് നീന കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിം ആയിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ട് നാളെ വെർജിൻ ആണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഓഡിയോ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് നീന കുറുപ്പ് ഇത്തരത്തിലൊരു പരാതിയായിട്ട് പോയിട്ടുള്ളത്. ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അവരത് റിവോക്ക് ചെയ്തു എന്ന് ന്യൂസ് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതി, കുക്കു പരമേശ്വരനൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഓഫീസിൽ സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും ഓഫീസിലേക്ക് ആവശ്യമായ നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ വിളിച്ചു ചോദിക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല നിലവില്. അതൊരു വലിയ കഥയാണ്. അത് ഞാൻ ആ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അയാളും തൊഴിൽ പീഡന പരാതി കമ്മിറ്റിക്ക് അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൊടുത്ത പരാതി ഉണ്ണിയെ രക്ഷിക്കാൻ, അത് ഓഡിയോയിൽ പറയുന്നുണ്ട്, ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് കുക്കു പരമേശ്വരൻ ഇയാളോട് ആവശ്യപ്പെടുകയും ഞാൻ അയാളെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി എന്ന് അയാൾ പറയണമെന്ന് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പം ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോയ ശേഷം ഇയാളെ മുകളിൽ ഇവരുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഡെയിലി ഇതെങ്ങനെ മുഹമ്മദ് ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങും കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയാം. അതെ 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 അതിനകത്ത് നീന കുറുപ്പ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ കാരണം ഈ കമ്മിറ്റിക്ക് ശേഷം നീന കുറുപ്പ് ഇയാളോട് പോയി ചോദിക്കുന്നുണ്ട്, മുഹമ്മദിന്റെ ഒപ്പം ഞങ്ങൾ നിൽക്കുമായിരുന്നല്ലോ എന്ന് പറയുന്ന അതും ഇയാൾ ഈ ഓഡിയോയിൽ എന്നോട് പറയുന്നുണ്ട്. വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ്. അതിന്റെ തെളിവുകൾ എവിടെ ഉണ്ടോ? CCTV-യിലോ ഓഡിയോയിലോ? അതിന്റെ തെളിവ് അയാൾ തന്നെ മീറ്റിംഗിൽ സംസാരിക്കുന്നത്, എല്ലാ മീറ്റിങ്ങുകളും റെക്കോർഡഡ് ആണല്ലോ. ഇയാൾ തന്നെ മീറ്റിംഗിൽ സംസാരിക്കുന്നത് ഫുൾ റെക്കോർഡിംഗ് അവിടെ ഉണ്ട്, അവിടെ പരിശോധിച്ചാൽ അതിൽ കിട്ടുമല്ലോ. പിന്നീട് ഈ കഥ പറഞ്ഞു, ആ മീറ്റിംഗ് പിരിഞ്ഞു, എന്റെ ഈ നടപടി റദ്ദാക്കി എന്ന് പറഞ്ഞുള്ള ഒരു പ്രസ് മീറ്റ് അല്ലാതെ അതിനുശേഷം ഈ കഥയ്ക്കെതിരെയോ ഈ കഥ പറഞ്ഞ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ ഇപ്പൊ ഡെയിലി ഓഫീസിൽ പോകുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന് പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. എന്നെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന ദിവസം മുതൽ അന്ന് വൈകുന്നേരം മുതൽ നീന കുറുപ്പ് എന്നെ തുരുതുരെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് എന്നോട് പറയുന്നത്, ഈ വാശിക്ക് മോൾ അടുത്ത ജോലിക്ക് കയറണം, മോളെ എന്നാണ് വിളിക്കാറ്, ഈ വാശിക്ക് മോൾ അടുത്ത ജോലിക്ക് കയറണം. എന്നിട്ട് പറഞ്ഞ് ഇവർ എൻ്റെ നമ്പർ കൊടുത്ത പ്രകാരം എനിക്കറിയാത്ത പല മെമ്പേഴ്സും എന്നെ വിളിക്കുന്നു, എൻ്റെ ബയോഡേറ്റ വാങ്ങുന്നു. അപ്പൊ ഇവരുടെ ഈ ധൃതി കണ്ടപ്പോഴേ എന്തോ ഒരു അസ്വാഭാവികത നമുക്കുണ്ട്. അതിനുശേഷമാണ് ഇവർ തന്നെ പല മെമ്പേഴ്സിനോടും കുക്കും ഉണ്ണിയും നമ്മുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞത് ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ചെയ്തത്. കാരണം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാനാണെന്ന് മനസ്സിലായത് കൊണ്ട് റെക്കോർഡ് ചെയ്തതാണ്. അതിനകത്താണ് ഈ വിക്ടിം കാർഡ് കളിക്കണമെന്നും ലക്ഷ്മിപ്രിയയുടെ കേസിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തതെന്നും ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ട് നാളെ വെർജിൻ ആണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതിനകത്താണ്. അത് മീഡിയയോട് സംസാരിച്ചാണ് അവർ ആ ഒരു എക്സാമ്പിൾ എന്നോട് പറഞ്ഞത്. തോന്നിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇവരെന്നെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം, ഇവരും കുക്കു പരമേശ്വരനും ഭയങ്കര അടുത്ത കൂട്ടുകാരാണ്. ഈ 3 പേരും ഒരു ഗ്യാങ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ എന്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാനാണ് ഇവർ വിളിക്കുന്നത്. അപ്പോഴും ഞാൻ അന്ന് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പേഴ്സണൽ തിരക്കുകളുണ്ട്, ഒരു കല്യാണം ഉണ്ട്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള തിരക്ക്, ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് പലതവണ. എന്തോ അധോലോകം പോലെയാണ് ഈ ഇതൊക്കെ കേൾക്കുമ്പോ അറിയാലോ. അവിടെ ഒഫീഷ്യൽ കാര്യങ്ങൾ ഇവരാണ് തീരുമാനിക്കുന്നതല്ല. ഉണ്ണി ശിവപാലാണ് അത്. എന്നെ ഫ്രണ്ട് ഓഫീസ് എക്സ്പെൻസ് നോക്കാൻ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്.
ബാക്കി കാര്യങ്ങൾ ഉണ്ണി ശിവപാലാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ആ പിറ്റേ ദിവസം എന്തോ സെക്രട്ടറിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇയാൾ എന്നോട് അമ്മായിയമ്മയെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞ് അയച്ച മെസ്സേജ് ഒക്കെ എന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ടേ പ്രശ്നങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുക, പറയുക, വെറുതെ വഴക്കുണ്ടാക്കുക, ആരും ഇല്ലെങ്കിൽ ഹരാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒന്നുകിൽ അയാളുടെ ആരെങ്കിലും വരാൻ ഇരുന്നിട്ടുണ്ടാവണം. അതിപ്പോ ഞാൻ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവത്തില്ല, അത്രേ ഉള്ളൂ. ഈ ജോലിയിൽ പ്രവേശിച്ചപ്പോ രണ്ടാമത് ശ്വേത അടക്കം റദ്ദാക്കിയിരുന്നല്ലോ, അതായത് പുറത്താക്കിയ നടപടി റദ്ദാക്കിയതിനു ശേഷം ഓഫീസിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം അതല്ലാതെ ഈ ഒഫീഷ്യൽ കാര്യങ്ങളല്ലാതെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ? ഇതുവരെ ഇതിപ്പോ ഞാൻ അതാണ് പറഞ്ഞത്, ഇത്രയും വലിയൊരു കഥ അവിടെ അവതരിപ്പിച്ചു, അത് കള്ളക്കഥയാണെന്ന് ഈ പറയുന്ന സെക്യൂരിറ്റിയെ വിളിച്ചു നിർത്തി സംസാരിച്ച് അത് പൊളിഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ കുക്കും പരമേശ്വരൻ ഇപ്പോഴും ആ ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഞാൻ വീട്ടിലിരിക്കുന്നു. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇത് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഈ ഉണ്ണി ശിവപാൽ നിങ്ങളോട് സംസാരിക്കും കോംപ്രമൈസിന് ഇല്ല. ഉണ്ണി ശിവപാലും കുക്കു പരമേശ്വരനും സംസാരിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് നീന കുറുപ്പ്. അപ്പൊ ഞാനാണ് കുറ്റം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ, അത് നിങ്ങൾക്ക് അവരുടെ കംപ്ലൈന്റിനുള്ള ഉത്തരം തന്നെ അവരുടെ ആ ഓഡിയോ പുറത്തായതിനകത്തുണ്ട്. അവർ തന്നെ കൊടുത്ത പരാതിയിലെ ഭീഷണിപ്പെടുത്തുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള, അതായത് രണ്ടാമത് ജോലി ശേഷം ഈ നീന കുറുപ്പിന്റെ കോളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അവർ പറയുന്നുണ്ടല്ലോ, കമ്മിറ്റി ആയിരിക്കാം ഇത് പുറത്തു വിട്ടത്, നീ ആയിരിക്കത്തില്ല, പക്ഷെ നീ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് തന്നെ പുറത്തു വിട്ട ഒരു സാധനമാണെങ്കിൽ ഞാനത് എങ്ങനെ പ്രൂവ് ചെയ്യും? അത് ഭീഷണിയാണല്ലോ അത്. ഓഫീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. ഒരിക്കലും ഇല്ല. അവിടെ നടക്കുന്നതൊന്നും പിന്നെ എന്തോ അയക്കാമ്പൊക്കെ നടന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞത്, അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ നീന ഉൾപ്പെടെയുള്ള വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യം അമ്മ പ്രസിഡന്റ് ആണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഇപ്പൊ നിൽക്കുന്നത്, അവരെ അറിയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? നീന കുറുപ്പ് ഇങ്ങനെ സ്ഥിരം എന്നെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് ഇനി സംസാരിക്കുന്നില്ല. അപ്പം മീറ്റിങ്ങിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് നീന കുറുപ്പിനോട് സംസാരിക്കേണ്ടെന്ന് പറയും. നീന കുറുപ്പ് എന്നോട് സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ പോലും അന്തം വിട്ടോ, ഇത്രയും സ്നേഹമുള്ള ലേഡിയാണോ എന്ന് തോന്നിപ്പോകും. മോളെ എന്ന് വിളിച്ചിട്ട് അവരെനിക്ക് എന്തൊക്കെ ഉപദ്രവം ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ശല്യം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവര് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പറഞ്ഞു ജനറൽ ബോഡിയിൽ നമുക്കിത് സംസാരിക്കാം എന്നാണ്. അപ്പൊ എനിക്ക് ഇത്രയും ആയ സ്ഥിതിക്ക് എനിക്കൊരു ഉറപ്പില്ല, ജനറൽ ബോഡിക്ക് മുന്നേ എന്നെയോ ഈ പറയുന്ന മുഹമ്മദിനെയോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും എനിക്ക് പേടിയുണ്ട്. അപ്പം മുഹമ്മദ് ആത്മഹത്യ ചെയ്യുന്ന ഒക്കെ പറഞ്ഞാണ് ഈ കമ്മിറ്റിയിൽ ഇവർ ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം മുഹമ്മദിനെ കൊന്നിട്ട് അത് ആത്മഹത്യയാക്കാൻ അത് മുഹമ്മദിന്റെ ഓഡിയോയിലുണ്ട്. മുഹമ്മദ് ഇല്ലാതായാൽ അത് എന്റെ തലയിൽ വരുന്ന രീതിയിലാണ് ഇവർ കഥ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അയാൾ തന്നെ പറയുന്നത് ആ ഓഡിയോയിലുണ്ട്. എന്താണ് ഇനിയിപ്പോ തുടർന്നും അമ്മയിൽ തന്നെ ജോലി ചെയ്യാനാണോ തീരുമാനം? എന്താണ് അതിലൂടെ ആ ഒരു നിലപാട് എന്താണ്? അമ്മയിൽ തന്നെ ജോലി ചെയ്യാമെന്ന് ഞാൻ നേർന്നു നടക്കുന്ന ആളൊന്നുമല്ല. എനിക്കിപ്പം ഇത്രയും അപമാനം ഉണ്ടായ സ്ഥിതിക്ക് ഇതിന്റെ മുന്നോട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. ഈ ടെർമിനേഷൻ നടന്ന ശേഷം ഒറ്റ ദിവസം പോലും പോകണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം ഞാനല്ലല്ലോ തീരുമാനിച്ചത്. ഞാൻ വീട്ടിലിരുന്നാൽ മതി എന്ന് അമ്മ അസോസിയേഷനിലുള്ളവരല്ലേ തീരുമാനിച്ചത്. ടെർമിനേഷൻ ക്യാൻസൽ ചെയ്തതിനു ശേഷം ഞാൻ വീട്ടിലിരുന്നാൽ മതി എന്ന് അവര് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. കുക്കു പരമേശ്വരൻ ഓഫീസിൽ വരുന്നിടത്തോളം ഞാൻ സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് തിരിച്ചെടുത്തു. അത് മീഡിയയുടെ മുമ്പിൽ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എവിടെ എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചോ? പ്രസിഡന്റ് ആണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അറിഞ്ഞൂടാ, സാലറി ഒക്കെ വന്നാലല്ലേ ജോലി ഇതാണ്. ഞാനിപ്പോ ലേബർ ഓഫീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, തൊഴിൽ പീഡനവും ഈ പാതിരാത്രി ജോലി ഏൽപ്പിച്ചതിനുള്ള പരിഹാരവും ഒക്കെ. ഈ ഓവർ ടൈം ചെയ്തതിനൊന്നും 5 പൈസ തന്നിട്ടില്ല എനിക്കതൊക്കെ വേണ്ടേ. അപ്പൊ ഞാൻ ലേബർ ഓഫീസിലെ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം ഉണ്ട് വിത്ത് എവിഡൻസ്. ഗ്രൂപ്പ് ഇവര് തന്നെ, സെക്രട്ടറിയും നീന കുറുപ്പ്, ഉണ്ണി ശിവപാലും പിന്നെ 1-2 പേരും കൂടെ ഉണ്ട്. അവര് നിഷ്പക്ഷമാണെന്ന് പുറമെ കാണിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതുപോലെ ഇപ്പൊ നീന കുറുപ്പിന്റെ ഓഡിയോ, ഈ മുഹമ്മദ് വിട്ട ഓഡിയോയിലാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളത് ഇവർ ഇതിനുണ്ടെന്നുള്ളത്. അതുപോലെ അവര് തന്നെ ഓരോന്ന് പുറത്ത് വന്നോളൂ. എല്ലാത്തിന്റെ അറ്റത്ത് നീന കുറുപ്പ് ചേച്ചി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാല്ലോ എന്തായിരിക്കും. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവര് തന്നെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് അകത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, നീ എന്തിനു പുറത്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇതേ ആള് തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് 1-2 ദിവസമായുള്ളൂ ഇവരുടെ ഒരു കംപ്ലൈന്റ് ടിനി ടോമിനെതിരെ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ മീഡിയയിലൊക്കെ. അതാരാ പുറത്തു വിട്ടത്? അകത്ത് മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ അകത്ത് അവരയച്ച മെയിൽ ആക്സസ് ഞങ്ങൾക്ക് ആർക്കും ഇല്ല, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മറ്റുള്ളവർക്കും ഇല്ല.
അപ്പൊ ഇതാരായിരിക്കും പുറത്തു വിട്ടത്? ഈ നീനാക്കുറുപ്പും കുക്കു പരമേശ്വരൻ ഉണ്ണി ജോബാലും അറിയാതെ ഇത് പുറത്ത് പോവോ? അപ്പൊ ഇവര് തന്നെ പുറത്തു വിട്ടിട്ട് ഇവര് തന്നെ വിക്ടിം കാർഡ് കളിക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞ ആള്, അത് ഓഡിയോയിൽ അവര് തന്നെ പറയുന്നത് കേൾക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ ഒരാള് ഇത് അടുത്ത സംഭവം ഉണ്ടാക്കിയിട്ട് വിക്ടിം കാർഡ് കളിക്കുകയല്ലാന്ന് എന്താ ഉറപ്പ്? ടിനി ടോമിനെതിരെയും ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ടിനി ടോം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പേഴ്സണലി ഞാൻ കേട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എന്റെ അടുത്ത് മാന്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്നേ വരെ മോശമായിട്ട് ഈ പറയുന്ന അൻസിബയെ കുറിച്ച് വളരെ മോശമായിട്ട് എന്റെ മുമ്പിൽ സംസാരിച്ച ആൾ കുക്കു പരമേശ്വരനാണ്. അതേക്കുറിച്ച് പരാതിയൊന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ അൻസിബയെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും നീനാക്കുറുപ്പാണ് അൻസിബയോട് പറഞ്ഞത്. അതായത് ടിനി ടോം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, കമ്മിറ്റിയിൽ നിന്നുള്ള കാര്യം മൊബൈൽ വഴി കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളെ വിളിച്ചിട്ട് ഇത് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ആരാണ് അവിടെ ലീക്ക് ചെയ്യുന്ന ആള്? അപ്പൊ കമ്മിറ്റിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പുറത്തു പോകണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ടിനി ടോമിന്റെ പരാതി വരെ മീഡിയയിൽ വരണമെങ്കിൽ ആരായിരിക്കും മീഡിയ ആയിട്ട് പുറത്തു വിട്ട ആള്? കുക്കു പരമേശ്വരൻ നീനാക്കുറുപ്പുമാണ് ഇതെല്ലാം പുറത്തേക്ക് വിടുന്നത്. ഉറപ്പായിട്ടും. നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ്? എന്റെ പരാതിയിൽ എല്ലാ വ്യക്തമായ തെളിവുകളോട് കൂടിയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ഈ നടപടി, എന്റെ ടെർമിനേഷൻ നടപടി അവർ റദ്ദാക്കിയതും വിത്ത് എവിഡൻസ് ചെക്ക് ചെയ്തിട്ടാണ്. ആ എവിഡൻസ് എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം, എന്നെ അവര് വേറെ മറ്റു രീതിയിലൊന്നും അപായപ്പെടുത്താത്തിടത്തോളം കാലം ഞാൻ നിയമപരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.